നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്തായിരുന്നു? നോമൻ ക്ലേച്ചർ അല്ല. കുറേ എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ച് വ്യത്യസ്തമായ കുറച്ച് എക്സാമ്പിൾ നമുക്ക് കാണാം. അതിൽ ഒരു കാര്യമുള്ളത്, നമ്മൾ ടൈപ്സ് ഓഫ് ലിഗാൻസിനെ പറ്റി പറഞ്ഞപ്പോൾ വി ഹാവ് സീൻ സം ലിഗൻസ് ക്യാൻ ആക്ട് ആസ് എ ബ്രിഡ്ജിങ് ലിഗൻസ് അല്ലേ? ജസ്റ്റ് ലൈക്ക് ക്ലോറൈഡ്, ബ്രോമൈഡ്, hydroxide, amide, etc., which has the capacity to donate two different pairs to two different metal atoms simultaneously. Such ligands can act as a bridge between the two ligands. അല്ലേ? നമ്മൾ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ലിഗൻസ് കോംപ്ലക്സിൽ വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പേര് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, സോറി ക്ലിയർ ആവുന്നു. ഇങ്ങനെ ഒരു കോംപ്ലക്സ് കണ്ടെത്തിയത് വേണ്ടിയിട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ഇതിന്റെ പേരെങ്ങനെ പറയാന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ ഇതിനും ബാധകമാണ്. അതിന്റെ കൂട്ടത്തില് ഈ ടൈപ്പ് ലിഗൻസ്, ഇതിന്റെ പ്രത്യേകം എന്താണ്? ബ്രിഡ്ജിങ് ലിഗൻസ് വരുമ്പോൾ, ബ്രിഡ്ജിങ് ലിഗൻസിന്റെ പേര് പറയുമ്പോൾ സാധാരണ ഇതിപ്പോ എന്താണ്? ഹൈഡ്രോക്സോ ലിഗൻഡ് ആണ്. ഇത് അമൈഡ് വൺ, ഇത് ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഹൈഡ്രോക്സോ അല്ലേ? ബിക്കോസ് ദിസ് ആനയോണിക് ലിഗൻഡ് ഈസ് നെയിം ഷുഡ് എൻഡ് വിത്ത് ഓ. ഇത് അമൈഡാണ്, അപ്പോൾ അമിഡോ എന്നാണ് പറയേണ്ടത്. പക്ഷെ അതിൻ്റെ കൂടെ അത് ബ്രിഡ്ജിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രീഫിക്സ് കൂടി ചേർക്കും, മ്യൂ. മ്യൂ ഹൈഡ്രോക്സോ എന്ന് പറയും. മ്യൂ ഹൈഡ്രോക്സോ മീൻസ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ബ്രിഡ്ജ്. മ്യൂ ഹൈഡ്രോക്സോ. അതേപോലെ തന്നെ ഇതിനെന്ത് പറയും? മ്യൂ അമിഡോ എന്ന് പറയും. മനസ്സിലായില്ലേ? ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ അതേ നിയമങ്ങൾ ഇതിനും ബാധകമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ കോംപ്ലക്സ് കോർഡിനേഷൻ സ്ഫിയർ നമുക്ക് കാണാം. ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന സാധനത്തില് രണ്ട് കോബാൾട്ട് ഉണ്ടായിരിക്കും. കാരണം ഇങ്ങനത്തെ ലിഗൻഡ്സ് വരുമ്പോൾ ബ്രിഡ്ജിങ് ലിഗൻഡ് ആണെങ്കിലും സ്വാഭാവികമായിട്ടും രണ്ട് മെറ്റൽ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡൈ ന്യൂക്ലിയർ, രണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ഇവിടെ ഉണ്ട്. ഡൈ ന്യൂക്ലിയർ കോംപ്ലക്സ് എന്ന് പറയും. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ ഒക്കെ എന്തായിരുന്നു? മോണോ ന്യൂക്ലിയർ ആയിരുന്നു. പൊട്ടാസ്യം ഹെക്സാസയനോഫെറേറ്റ്, ഹെക്സാമീൻ കോബാൾട്ട് 3 ക്ലോറൈഡ്, ടെട്രാ കാർബണൈൽ നിക്കൽ 0 എന്നൊക്കെ ഒറ്റ മെറ്റലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മോണോ ന്യൂക്ലിയർ കോംപ്ലക്സ് എന്നും ഇതിനെ ഡൈ ന്യൂക്ലിയർ കോംപ്ലക്സ് എന്നും ഒന്നിൽ കൂടുതൽ ജനറൽ ആയിട്ട് എന്താ പറയാ? പോളി ന്യൂക്ലിയർ കോംപ്ലക്സ് എന്നും പറയും. ആൻഡ് whenever there is a polynuclear complex there is possibility of course a bridging one or more bridging ligands. അല്ലേ? പോളിന്യൂക്ലിയർ സ്വാഭാവികമായിട്ട് രണ്ട് കണക്ഷൻ വരണമെങ്കിൽ എന്ത് വേണം? ഒരു പാലം വേണം, ബ്രിഡ്ജ് വേണം. ദാറ്റ് ഈസ് എ ബ്രിഡ്ജിങ് ലിഗാൻഡ്. അപ്പൊ ഒന്നിൽ കൂടുതൽ മെറ്റലായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അതില് ബ്രിഡ്ജിങ് ലിഗാൻഡ്സ് ഉണ്ടാവും. അതിന് രണ്ട് തമ്മിൽ ബന്ധം ഉണ്ടാവും, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്താ പറയാ? ഇതിന്റെ പേര് പറയും എന്തൊക്കെ ലിഗാൻഡ്സ് ഉണ്ട്. ആദ്യം നമുക്കറിയാം ഈ കോർഡിനേറ്റ് സ്ഫിയറിന്റെ ഉള്ളിൽ ആദ്യം തന്നെ ഇതിന്റെ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇതിലൊന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കും. എത്രയായിരിക്കും? വാട്ട് ഇസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കോബാൾട്ട്? 2 കോബാൾട്ട് ഉണ്ട്. ഇവിടെ ഉള്ളത് ഹൈഡ്രോക്സൈഡ് ആണ്. ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാല് OH മൈനസ് ആണ്. NH2 എന്ന് പറഞ്ഞാല് NH2 മൈനസ് ആണ്. ഓക്കെ, ആൻഡ് ഔട്ട്സൈഡ് ദർ ആർ 4 ക്ലോറൈഡ് അയോൺസ്. 4 ക്ലോറൈഡ് ഇവിടെ ഉണ്ട്. 4 ക്ലോറൈഡിന് 4 നെഗറ്റീവ് ചാർജ്, ഹൈഡ്രോക്സൈഡ് നെഗറ്റീവ് 5, അമൈഡ് നെഗറ്റീവ് ചാർജ് 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അമോണിയക്ക് ചാർജിലാണ് നമുക്കറിയാം. അപ്പൊ 6 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 2 കൊബാൾട്ടിനും കൂടി 6 പോസിറ്റീവ് ചാർജ്. എന്നാൽ മാത്രമേ ഈ മോളിക്യൂൾ ന്യൂട്രൽ ആവുന്നില്ല. ന്യൂട്രൽ ആണ് ഇതിനോട് ചാർജ് കാണുന്നില്ല നമ്മൾ അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിൽ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ അതിലുള്ള നെഗറ്റീവ് ചാർജിന്റെയും പോസിറ്റീവ് ചാർജിന്റെയും എണ്ണം തുല്യമായിരിക്കണം. നെഗറ്റീവ് ചാർജ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 4 ക്ലോറൈഡ്, ഒരു ഹൈഡ്രോക്സൈഡ്, ഒരു അമൈഡ്, 4 2 6. ഇതാ നമുക്ക് നോക്കാം. 4 ഇവിടെ 4 നെഗറ്റീവ് ചാർജ്, ഇവിടെ 1 നെഗറ്റീവ് ചാർജ്, ഇവിടെ 1 നെഗറ്റീവ് ചാർജ്. ഇസ് ക്ലിയർ? 4 5 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ ചാർജില്ല, ഇവിടെ ചാർജ് ഇല്ല. അപ്പൊ 6 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മെറ്റലാറ്റത്തിന് രണ്ടിനും കൂടി 6 പോസിറ്റീവ് ചാർജ് കാണും. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഇത് 3+ ആയിരിക്കും, ഇതും 3+ ആയിരിക്കും. അത് നമ്മള്
മനസ്സിലാക്കി കണ്ടുപിടിച്ചെടുക്കണം. അതിനോട് നമ്പർ ഒന്നും എഴുതി വെക്കില്ല, മനസ്സിൽ ഇതുവരെ എഴുതി വെക്കുന്നില്ല. അത് കാരണം ഇത് 3 ആവും. 3 3 6 പോസിറ്റീവ് ചാർജ്, 4 2 6 നെഗറ്റീവ് ചാർജ്, ന്യൂട്രൽ അല്ലേ? ഓക്കെ. അപ്പൊ കൊബാൾട്ട് 3 ആണ്. കൊബാൾട്ട് 3. അപ്പൊ നമ്മൾ എന്താ പേര് ചെയ്തോ? ഇവിടെ ഇതിൻ്റെ ഉള്ളില് 4 4 8 അമോണിയ മോളിക്യൂൾ ഉണ്ട്. അപ്പൊ എന്താ? ഒക്ട അമീൻ. ഒക്ട അമീൻ മ്യൂ അമിഡോ മ്യൂ ഹൈഡ്രോക്സോ. മനസ്സിലായതല്ല? ഒക്ടാമീൻ മ്യൂ അമിഡോ മ്യൂ ഹൈഡ്രോക്സോ ഡൈ കൊബാൾട്ട് 3. ഡൈ കൊബാൾട്ട് 3. ഇത്ര എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഒക്ട അമീൻ മ്യൂ അമിഡോ മ്യൂ ഹൈഡ്രോക്സോ മ്യൂ അമിഡോ മ്യൂ ഹൈഡ്രോക്സോ ഡൈ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഓക്കെ, അതാണ് അതിന്റെ പേര്. അപ്പോഴേ ഒക്ടാമീൻ മ്യൂ ഹൈഡ്രോക്സോ മ്യൂ അമിഡോ മ്യൂ ഹൈഡ്രോക്സോ ഡൈ കൊബാൾട്ട് 3 എന്നൊരു ഒറ്റ വാക്കിൽ എഴുതും. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ക്ലോറൈഡ്, ടെട്രാക്ലോറൈഡ് ആവശ്യം നമുക്കറിയാം, ക്ലോറൈഡ് എഴുതിയാൽ മതി. കാരണം ഡൈ കൊബാൾട്ട് 3 3 6 പോസിറ്റീവ് ചാർജ് ഉണ്ട്, അമിഡോ ഉണ്ട്, ഹൈഡ്രോക്സോ ഉണ്ട്. 2 നെഗറ്റീവ് ചാർജ് കഴിഞ്ഞാൽ 4 നെഗറ്റീവ് ചാർജ് പുറത്തുണ്ടാവും. 4 ക്ലോറൈഡ് ആണെന്നുള്ളത് ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിപ്പോ ഇവിടെ 2 സ്ഥലത്തും ഹൈഡ്രോക്സൈഡ് വന്ന എന്താ പേര് പറയാം? അപ്പോ മ്യൂ ഡൈ ഹൈഡ്രോക്സോ എന്ന്, മ്യൂ ഡൈ ഹൈഡ്രോക്സോ എന്ന് പറയണം. അല്ലെങ്കിൽ ഡൈ മ്യൂ ഹൈഡ്രോക്സോ, രണ്ടാളും കുഴപ്പമില്ല. ഡൈ മ്യൂ ഹൈഡ്രോക്സോ. മനസ്സിലായില്ലേ? ഒക്ട അമീൻ ഡൈ മ്യൂ ഹൈഡ്രോക്സോ. പിള്ളേന്റെ പേര് എഴുതരാം. ഇതിന്റെ പേര് നമ്മള് തുടക്കത്തിൽ എന്ത് ചെയ്തോ? ഒക്ട അമീൻ. ഒക്ട അമീൻ ഡൈ മ്യൂ ഹൈഡ്രോക്സോ. മ്യൂവിന്റെ അപ്പുറം ഇപ്പുറം ഒരു ഹൈഫൻ ഇടുന്ന നല്ലതാണ്. ഒക്ട അമീൻ ഡൈ മ്യൂ ഹൈഡ്രോക്സോ ഡൈ കൊബാൾട്ട് 3. കൊബാൾട്ട് നമ്മൾ മെറ്റൽ എഴുതി കഴിഞ്ഞാൽ കൊബാൾട്ട് ആയാലും കൊബാൾട്ട് 8 ആയാലും ഉടനെ തൊട്ട് ചേർന്ന് എന്ത് വേണം? ബ്രാക്കറ്റിൽ അതിന് ഓക്സിഡേഷൻ നമ്പർ എഴുതിയിരിക്കണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ എന്തായി? ഇപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള കോർഡിനേഷൻ സ്ഫിയറിനുള്ളിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ആയി. ഒക്ട അമീൻ മ്യൂ ഡൈ ഹൈഡ്രോക്സോ ഡൈ കൊബാൾട്ട് 3 സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇതോ ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ അതാണ് പേര്. ഒക്ട അമീൻ ഡൈ മ്യൂ ഹൈഡ്രോക്സോ ഡൈ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇങ്ങനത്തെ പേര് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇങ്ങനത്തെ പ്രിന്റിംഗ് ലിഗൻഡ് വന്നാൽ ശ്രദ്ധിക്കുക, ഇതാണ് അതിന്റെ സിസ്റ്റം. അതായത് ദിസ് നെയിം ഷുഡ് ബി പ്രീഫിക്സ്ഡ് വിത്ത് മ്യൂ. സഫിക്സ് അല്ല, പ്രീഫിക്സ് പുറകിലാണ്. മനസ്സിലായില്ലേ? മ്യൂ അമിഡോ മ്യൂ ഹൈഡ്രോക്സോ മ്യൂ ക്ലോറോ. മനസ്സിലായില്ലേ? ക്ലോറിന് വരാം. മ്യൂ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ ആദ്യം നമുക്ക് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. എത്രയായിരിക്കും? ക്രോമിയം നമുക്കറിയാം, നേരത്തെ പോലെ 2 ക്ലോറൈഡ് ഉണ്ട്, 2 ക്രോമിയം ഉണ്ട്, 2 സൾഫേറ്റ്. 2 സൾഫേറ്റിന് 4 നെഗറ്റീവ് ചാർജ്. മനസ്സിലായില്ല? 2 സൾഫേറ്റിന് 4 നെഗറ്റീവ് ചാർജ്. 4 1 5 5 1 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ട്, ഒരു നെഗറ്റീവ് ഇവിടെ ഉണ്ട്, 4 നെഗറ്റീവ് 1 2 3 4. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. 4 1 5 1 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെയും കൂടി എന്ത് വേണം? 6 പോസിറ്റീവ് ചാർജ്. ഇപ്പൊ എന്താണ്? ഇവിടെ 3 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ 3 പോസിറ്റീവ് ചാർജ്. ഇപ്പൊ എന്താണ്? ഇപ്പൊ ചാർജ് ബാലൻസ്ഡ് ആയി. അപ്പൊ ക്രോമിയം 3 ആണ്, നേരത്തെ പോലെ. അപ്പൊ നേരത്തെ കൊബാൾട്ട് ഇപ്പൊ ക്രോമിയം എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ പേര് പറയാ? 5 5 10 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. ഡെക്ക അക്വ. 5 വേണ്ട, 4 മതി കേട്ടോ. 5 തെറ്റൊന്നുമില്ല, 4 മതി. 4 ആവശ്യം വരും. അപ്പൊ ഒക്ട അക്വ, നേരത്തെ പറഞ്ഞ ഒക്ട അക്വ മ്യൂ ഡൈ മ്യൂ ക്ലോറോ.
അപ്പൊ എന്ത് ചെയ്തോ ഒക്ട അക്വ. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക, വാട്ടർ വരുമ്പോഴേ അക്വ എന്നോ അക്വ എന്ന്, അക്വ എന്ന കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അക്വ എന്നുള്ളത്. ഒറ്റ അക്വ, ഇവിടുന്ന് ഹൈഫനോട് എഴുതി കേട്ടോ. ഒക്ട അക്വ ഡൈ മ്യൂ ക്ലോറോ ഓർ മ്യൂ ഡൈക്ലോറോ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഡൈക്ലോറോ മ്യൂ ഡൈ മ്യൂ ക്ലോറോ എന്താണ് ക്രോമിയം. ക്രോമിയം 3 മ്യൂ ക്ലോറോ എന്നുള്ള രണ്ടെണ്ണം. ഡൈ മ്യൂ ക്ലോറോ ക്രോമിയം 3 ഇത്രയും ഭാഗമായി. പിന്നെന്താണ് സൾഫേറ്റ്. സൾഫേറ്റ് ഇതായിരിക്കും അതിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ബ്രിഡ്ജിംഗ് ലിഗൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. ബ്രിഡ്ജിംഗ് ലിഗൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അതിന്റെ പേരിന്റെ പുറകില് മ്യൂ എന്നുള്ള ഗ്രീക്ക് ലെറ്റർ നമ്മൾ കൊടുക്കുന്നു. മ്യൂ ക്ലോറോ, മ്യൂ ഹൈഡ്രോക്സോ, മ്യൂ അമിഡോ, മ്യൂ ബ്രോമോ എന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വേറെ ടൈപ്പ് ലിഗൻഡ് പഠിച്ചാണ് ആംബിഡന്റ് ലിഗൻസ്. ആംബിഡന്റ് ലിഗൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആംബിഡന്റ് ലിഗൻസ് are those ligands which are monodendritic ligands actually, and they can coordinate through different atoms, just like thiocyanate. ഏറ്റവും നല്ല എക്സാമ്പിൾ തയോസയനേറ്റ് ആണ്. തയോസയനേറ്റിന്റെ കേസിൽ അതിന് സൾഫറിനും നൈട്രജനും ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യാം. ബിക്കോസ് ബോത്ത് സൾഫർ ആൻഡ് നൈട്രജൻ ഹാസ് എ ലോൺ പെയർസ് on it, so that it can coordinate either through sulfur or through ചില മെറ്റലിൽ വരുമ്പോൾ സൾഫറിൽ കൂടി കോർഡിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നൈട്രജനിൽ കൂടി കോർഡിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചില മെറ്റലിൽ വരുമ്പോൾ സൾഫർ ഡോൺ പെയർ ആണ് കൊടുക്കുന്നത്, ചില മെറ്റലിന് നൈട്രജൻ. കാരണമൊക്കെ പിന്നെ കുറെ കഴിവ് പഠിക്കും, അതൊക്കെ വളരെ കൃത്യമായ കാരണങ്ങളുണ്ടല്ലോ. നൈട്രജൻ ലോൺ പെയർ കൊടുക്കും. അപ്പൊ തൽക്കാലം നമുക്ക് മനസ്സിലാക്കണ്ട. അപ്പം തൽക്കാലം മനസ്സിലാക്കണം എന്താണ്? ഇറ്റ് ഈസ് എന്ത് ലിഗൻഡ് ആയിരുന്നു ഇതിന്റെ പേര്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ആംബിഡന്റ്. ആംബിഡന്റ് ലിഗൻഡ്. അതുപോലെ വേറെ എക്സാമ്പിൾ ആണ് നൈട്രൈറ്റ്. ഇതിനെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, അല്ലെങ്കിലോ ഇങ്ങനെ കോർഡിനേറ്റ്. ദിസ് ഈസ് എ കോർഡിനേറ്റിംഗ് ത്രൂ ഓക്സിജൻ. നമ്മൾ തയോസയനേറ്റ് കൊണ്ട് പറഞ്ഞു, സൾഫറിൽ നൈട്രജൻ ലോൺ പെയർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അയോണില് ബോത്ത് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഹാസ് ഇറ്റ്സ് ഓൺ or their own lone pairs, so that it can donate either the oxygen lone pair like this, or can donate either the nitrogen lone pair like this, either nitrogen lone pair or oxygen lone pair. ഒരേ സമയത്തല്ല കേട്ടോ, ശ്രദ്ധിക്കുക. വ്യത്യസ്ത മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. ഒരു മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, വേറെ മെറ്റലായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, വേറെ കോംപ്ലക്സിലെ മറ്റേ വിധത്തിലായിരിക്കും. സൈമൾട്ടേനിയസ് അല്ല, അത് ശ്രദ്ധിക്കുക. ദിസ് ഈസ് എ ഐദർ ഓർ. മറ്റേ ബ്രിഡ്ജിങ്ങിലാണെങ്കിലോ സൈമൾട്ടേനിയസ് ആണ്, രണ്ട് മെറ്റൽ ഒരേ സമയത്താണ്. ഇത് അങ്ങനെയല്ല. ദിസ് ഈസ് എ ആംബിഡന്റ് ലിഗൻഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു കൻ സീ a complex like this, and also you can see a complex like this. ശ്രദ്ധിക്കുക, ഈ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റലായിട്ട് കൊബാൾട്ട് ആണ്. 3 അമോണിയയും 3 NO2 മൈനസ് നൈട്രൈറ്റ് അയോണുണ്ട്. അതിന്റെ പുറത്ത് ചാർജ് ഒന്നുമില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? കൊബാൾട്ടിന്റെ മുകളിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടാവും? കൊബാൾട്ടിന്റെ മുകളിൽ എത്ര ചാർജ് ഉണ്ടാവും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും പോസിറ്റീവ്. നെഗറ്റീവ് ചാർജ് അമോണിയക്ക് ചാർജ് ഇല്ല, NO2 മൈനസ് ആണ്. 3 NO2 മൈനസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 3+ ആണെന്ന് മനസ്സിലായി. ഇവിടെയോ ഈ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, എത്തിലീൻ ഡൈഅമീൻ ആണ്, ചാർജ് ഇല്ല. ഇതെന്താണ്? O എന്ന് പറഞ്ഞാൽ നൈട്രൈറ്റ് തന്നെയാണ്, ഒരു ചാർജ്, 2 നെഗറ്റീവ് ചാർജ്, പുറത്ത് 3 നെഗറ്റീവ് ചാർജിന് അപ്പുറത്തും 3 തന്നെയാണെന്ന് മനസ്സിലാക്കുക. 2 കോബാൾട്ട് 3 ആണ്. ആദ്യത്തെ കോംപ്ലക്സ് എന്താ പേര് പറയാ? ആദ്യത്തെ കോംപ്ലക്സ് നോൺ അയോണിക് ആണ്. ശ്രദ്ധിക്കുക, പുറത്തേക്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ന്യൂട്രൽ ആയിട്ടുള്ള കോംപ്ലക്സ് നോൺ അയോണിക് ആണ്. ഇത് അയോണിക് ആണ്. ദിസ് ഇസ് അയണൈസ്. ഇത് അയണൈസ് ചെയ്തിട്ട് എന്താവും? നമ്മൾ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയുന്നത്, അയണൈസ് ചെയ്തിട്ട് എന്തായി മാറും? Cl മൈനസും ഇത് പ്ലസും ആയി മാറും. That's an ionic complex that is soluble in water. This is
ഇൻസോലിബിൾ ഇൻ വാട്ടർ. ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതിന്റെ പേരെന്താ പറയാ? ഇതിന്റെ പേര് പറയുമ്പോഴേ ഇതാ മെറ്റാറ്റ് കോബാൾട്ട്. ആദ്യ ലിഗാൻഡ് പേരാണ് പറയാ. രണ്ട് ടൈപ്പ് ലിഗാൻഡ്, അമ്മീൻ ഉണ്ട്, നൈട്രോ ഉണ്ട്. നൈട്രൈറ്റോ എന്നല്ല, നൈട്രൈറ്റോ എന്നാണ്. നൈട്രൈറ്റ് ആണ് നമുക്കറിയാം. ആനോണിക് ലിഗാൻഡ്, അതിന്റെ പേര് അവസാനം ഓയിൽ അവസാനിക്കുമ്പോൾ നൈട്രൈറ്റോ എന്നായി മാറും. അപ്പോൾ ഇതും നൈട്രൈറ്റോ ആണ്, ഇതും നൈട്രൈറ്റിന്റെ തിരിച്ചറിവാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ രീതിയിൽ. ഇഫ് ദ നൈട്രജൻ ലോൺ പെയർ ഈസ് യൂസ്ഡ് ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് കോൾഡ് നൈട്രൈറ്റോ നൈട്രൈറ്റോ എൻ എന്ന് പറയും. ഇതിന് നൈട്രൈറ്റോ ഒ എന്ന് പറയും. അങ്ങനെ അതിന്റെ പേര് പറയും. ദിസ് ഈസ് നൈട്രൈറ്റോ എൻ എന്ന് പറഞ്ഞാല് ആദ്യം മനസ്സിലാക്കാൻ, നൈട്രൈറ്റിന് രണ്ട് വിധത്തിൽ ബോണ്ട് ചെയ്യാം. നൈട്രജനിൽ കൂടി ബോണ്ട് ചെയ്യാം, ഓക്സിജനിൽ കൂടി ബോണ്ട് ചെയ്യാം. നൈട്രജനിൽ കൂടിയാണ് ബോണ്ട് ചെയ്യുന്നത് സാറിന് അതിന്റെ പേരിൽ ഫോർമുലയിൽ ശ്രദ്ധിക്കുക ഇങ്ങനെ ഉണ്ടാവുക. ഓക്സിജനിൽ കൂടിയാണ് ബോണ്ട് ചെയ്യുന്നെങ്കിൽ അത് ഇങ്ങനെ ഫോർമുലയിൽ ഉണ്ടാവും. ഓയിൽ ഒന്നും പേടിക്കണ്ട, അത് എന്നോട്ട് ഇതാ എന്നും രണ്ടോ ഉണ്ട്. ഓയിലെ കൂടി ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഇത് രണ്ടും നൈട്രൈറ്റോ ആണ്. ഇത് നൈട്രൈറ്റോ എൻ ആണ്. കാരണം എന്താണ്? ദിസ് നൈട്രൈറ്റോ ഗ്രൂപ്പ് ഈസ് ligand is coordinating to metal through the nitrogen atom. This is nitrito O because this nitrito ion is coordinating to the metal atom through the oxygen atom. അപ്പോൾ ഇതിന്റെ പേര് പറയണേ. അപ്പോൾ ഇതിന്റെ പേര് നമ്മൾ എഴുതുമ്പോഴേ ഇതാ ട്രൈഅമ്മീൻ. നൈട്രൈറ്റോ എൻ ഇങ്ങനെ എഴുതും. നൈട്രൈറ്റോ എൻ ശ്രദ്ധിക്കുക. നൈട്രൈറ്റോ എൻ ഹൈഡ്രേറ്റഡ് എൻ. പിന്നെ എന്താണ്? യെസ്, കൊബാൾട്ട്. ഇത് കുറച്ച് അരോചകമായി തോന്നണം. ഈ നൈട്രജൻ ഒരു ഗ്യാപ്പ് നടന്നത് ഗ്യാപ്പിടാൻ പാടില്ല. കൊബാൾട്ട് 3 ഒരു ഗ്യാപ്പും ഇല്ല ഇതിൽ. കാരണം എന്താണ്? ഇത് ഒറ്റ സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് ഒരു സ്പേസ് ഇടാൻ പാടില്ല. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ട്രൈഅമ്മീൻ ട്രൈനൈട്രൈറ്റോ എൻ കൊബാൾട്ട് 3. ട്രൈഅമ്മീൻ ട്രൈനൈട്രൈറ്റോ എൻ കൊബാൾട്ട് 3. ദിസ് ഈസ് നൈട്രൈറ്റോ എൻ, ദിസ് ഈസ് നൈട്രൈറ്റോ ഒ. ഇതിന്റെ പേര് എന്താ പറയാ? ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 3 ടൈപ്പ് ലിഗാൻഡ് കാണാം. ഇ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എത്തിലീൻ ഡൈഅമീൻ. ഇതെന്താണ്? നൈട്രൈറ്റോ ഒ. ഇതെന്താണ്? ക്ലോറൈഡ്. വാചാര പേര് പറയും ക്ലോറൈഡ് അല്ലേ? പിന്നെ എത്തിലീൻ ഡൈഅമീൻ, പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുന്നത് CEN. ഓക്കെ, അപ്പൊ എന്താ പറയാ? ക്ലോറോ. മോണോ ക്ലോറോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ക്ലോറോ. പിന്നെ ബിസ്. ശ്രദ്ധിക്കുക, ബിസിന്റെ ബി അല്ല, നമ്മുടെ എത്തിലീൻ ഡൈഅമീന്റെ ഇ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലിഗാൻഡിന്റെ പേര് സൂചിപ്പിക്കുമ്പോൾ അതിന്റെ പ്രിഫിക്സ് ചെയ്യുന്ന നമ്പറിനെ ഉദ്ദേശിച്ചിട്ടുള്ള മോണോ ഡൈ ട്രൈ എന്നുള്ള വേർഡ്സിന്റെ ആൽഫബറ്റ് അല്ല നോക്കേണ്ടത്, ലിഗാൻഡിന്റെ പേരിന്റെ ആൽഫബറ്റ് ആണ് നോക്കേണ്ടത്. ബിസ് എത്തിലീൻ ഡൈഅമീൻ. ബിസ് എത്തിലീൻ ഡൈഅമീൻ എന്ന് പറഞ്ഞാല് എത്തിലീൻ ഡൈഅമീന്റെ ഇ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിസിന്റെ ബി അല്ല എന്ന് മനസ്സിലാക്കുക. ഇതല്ല കൺസിഡർ ചെയ്യുന്നത്, ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സി കഴിഞ്ഞത്. അല്ലെങ്കിൽ ബി ആദ്യം വരുമായിരുന്നു, ബിസ് എത്തിലീൻ ഡൈഅമീൻ വരുമോ അങ്ങനെ പറയരുത്. ഇതിന്റെ ആൽഫബറ്റ് നമ്മൾ നോക്കാൻ പാടില്ല. ലിഗാൻഡിന്റെ പേര് എത്തിലീൻ ഡൈഅമീൻ ആണ്. അപ്പോൾ ക്ലോറോ ബിസ് എത്തിലീൻ ഡൈഅമീൻ, പിന്നെ നൈട്രൈറ്റോ ഒ. ഒ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്, പ്രത്യേക വലുത്. നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ബാധകമായതാണ്. നൈട്രൈറ്റോ എൻ ഒരു സിമ്പിൾ ആണ്. നൈട്രൈറ്റോ എൻ, നൈട്രൈറ്റോ ഒ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറോ ബിസ് എത്തിലീൻ ഡൈഅമീൻ നൈട്രൈറ്റോ ഒ കഴിഞ്ഞു. ക്ലോറോ ആയി, എത്തിലീൻ ഡൈഅമീൻ നൈട്രൈറ്റോ ആയി. പിന്നെന്താണ്? യെസ്, കൊബാൾട്ട് ആണ്. കൊബാൾട്ടിന്റെ ശ്രദ്ധിക്കുക, കൊബാൾട്ട് ചെറിയ അക്ഷരമാണ്, വലിയ എഴുതാൻ പാടില്ല. കൊബാൾട്ട് 3 തീർന്നോ? ഇല്ല, കുറച്ച് വിട്ടിട്ട് സ്പേസ് വിട്ടിട്ട് leave a space and write a chloride. ഇതിന്റെ പേരൊക്കെ ക്ലോറോ ബിസ് എത്തിലീൻ ഡൈഅമീൻ നൈട്രൈറ്റോ ഒ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഈ ക്ലോറൈഡ് വിട്ട് ആ ക്ലോറൈഡ് വരെ ഈ ക്ലോറൈഡ് വരെ ഇത് കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലുള്ള കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ക്ലോറൈഡ് ആണ്. ലിഗാൻഡ് എന്താണ്? ലിഗാൻഡ് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊബാൾട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കൗണ്ടർ അയോൺ മാത്രമാണ്. ആ ക്ലോറൈഡ് ആവാം, ബ്രോമൈഡ് ആവാം, സൾഫേറ്റ് ആവാം, എന്തോ ആവാം, കുഴപ്പമില്ല. ഓക്കെ, ഇതിന്റെ പേര് ഇങ്ങനെ വരും. ക്ലോറോ ബിസ് എത്തിലീൻ ഡൈഅമീൻ നൈട്രൈറ്റോ ഒ കൊബാൾട്ട് 3 ക്ലോറൈഡ്. നമ്മൾ 3 എന്ന് മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കാം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര നെഗറ്റീവ് ചാർജ്. എത്തിലീൻ ഡൈഅമീൻ ചാർജ് ഇല്ല, നൈട്രൈറ്റിന് ഒരു ചാർജ്, ക്ലോറൈഡിന് ഒരു ചാർജ്, പുറത്തെ ക്ലോറൈഡ് വേറെ ചാർജ്. 1, 2, 3 നെഗറ്റീവ് ചാർജിന്റെ ഇവിടെ 3 പോസിറ്റീവ് ചാർജ്. ഓക്കെ.
ഇതിന്റെ പേരെന്തായിരിക്കും? ശ്രദ്ധിക്കുക, NCS. നമ്മൾ നേരത്തെ തയോസൈനൈറ്റ് പറഞ്ഞു, തയോസൈനൈറ്റ് അയോൺ. ഈ അയോണ് if it is coordinating through sulfur it will be written as SCN, and if it is coordinating through nitrogen it will be written as NCN. നമ്മൾ നേരത്തെ ONO എന്നതുപോലെ NCS മനസ്സിലാക്കാൻ വേണ്ടിയാണ്. NCS എന്ന് എഴുതി കഴിഞ്ഞാൽ തയോസൈനൈറ്റ് തന്നെയാണ്, പക്ഷേ it is coordinating through nitrogen. SCN എഴുതിയാലോ തയോസൈനൈറ്റ് തന്നെയാണ്, it is coordinating through സൾഫർ. സൾഫറിന്റെ ലോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ബോണ്ട് ചെയ്യുന്നു, മറ്റേ നൈട്രജൻ ലോൺ നമ്പർ ഉപയോഗിച്ച് ബോണ്ട് ചെയ്യുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേരെന്താ പറയാ? ഹെക്സാ തയോസൈനേറ്റോ N. ശ്രദ്ധിക്കുക, ഹെക്സാ. തയോസൈനേറ്റോന്റെ ഒരു വിശേഷണമാണ് N എന്നുള്ളത് ശ്രദ്ധിക്കുക. തയോസൈനേറ്റോ നോക്കുമ്പോൾ തന്നെ അതിൽ ആംബിഗ്വിറ്റി ഉണ്ട്. തയോസൈനേറ്റോ എസ്സിലെ കൂടിയാണോ ബോണ്ട് ചെയ്തത്, എന്നിലെ കൂടിയാണോ ബോണ്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് തയോസൈനേറ്റോ N എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയി. തയോസൈനേറ്റോ N. ക്രോമിയം എത്രയാണ്? ക്രോമിയം 3 ആണ്. കാരണം എന്താണ്? തയോസൈനേറ്റോ ഒരു ചാർജ് ഉള്ളത് 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്. മനസ്സിലായില്ല? ഓ തെറ്റിപ്പോയി. അങ്ങനെ എഴുതരുത്, ഇവിടെ ഇങ്ങനെ എഴുതരുത്. കാരണം 6 നെഗറ്റീവ് ചാർജിൽ 3 മാത്രമേ ഇവിടെ പോകുമ്പോൾ 3 പുറത്തുണ്ടാവും. 3 സോഡിയം അയോൺസ്. അപ്പോഴേ എന്താണ്? സോഡിയം ഇപ്പറ എഴുതുക. സോഡിയം ഹെക്സാ തയോസൈനേറ്റോ N. ക്രോമിയം എന്നല്ല എഴുതുക. അപ്പൊ എന്തായി മാറി? ആനയോണാണ് ഈ ഭാഗം. അപ്പൊ എന്ത് ചെയ്തുക? ക്രോമേറ്റ്. ക്രോമിയം എന്നല്ല, കാരണം ഇത് പോസിറ്റീവ് ചാർജ് ഇവിടെയാണ്. സോഡിയം അയോൺ ആണ്. 3 പോസിറ്റീവും ഇവിടെ 3 നെഗറ്റീവും ആണ്. ഈ 3 നെഗറ്റീവ് എങ്ങനെ വരുന്നത്? ഈ 3 നെഗറ്റീവ് വരുന്നത് ഇവിടെ 3 പോസിറ്റീവും 6 നെഗറ്റീവും കൂടി ചേർന്നിട്ടാണ് ഇത് 3 നെഗറ്റീവ് ആകുന്നത്. ആ 3 നെഗറ്റീവിനെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ അയോൺ CrNCS 6 ടൈംസ് ഉള്ള അയോൺ കോർഡിനേറ്റ്സ് പേരിലുള്ള സാധനത്തിൽ ഒരു ക്രോമിയം 3+ 6 തയോസൈനേറ്റ് അയോൺ ഉള്ളത്. അപ്പൊ മൊത്തത്തില് 3 പോസിറ്റീവും 6 നെഗറ്റീവും ഉണ്ട്. അപ്പോഴേ 3 നെഗറ്റീവ്, ആ 3 നെഗറ്റീവിന് കൗണ്ടർ അയോൺ ആയിട്ട് 3 സോഡിയം പുറത്തുണ്ടാവും. ക്ലോറൈഡ് ഞാൻ ഇത് തെറ്റിപ്പോയതാണ്, മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണ്? സോ ദിസ് ഈസ് സോഡിയം ഹെക്സാ തയോസൈനേറ്റോ N ക്രോമേറ്റ് 3. ഈ 3 വിട്ടുപോയത് ശ്രദ്ധിക്കുക, പലരോടും വിട്ടുപോകാറുണ്ട്. 3 എന്നുള്ളത് ക്യാപിറ്റൽ റോമൻ ഇൻഡിജേഴ്സിൽ ബ്രാക്കറ്റിൽ സിമ്പിൾ അതിനോട് ചേർത്ത് എഴുതുക. ഇതാണ് എൻ്റെ പേര്, സോഡിയം ഹെക്സാ തയോസൈനേറ്റോ N ക്രോമേറ്റ് 3. ഇതിപ്പോ SCN ആയിരുന്നെങ്കിലോ തയോസൈനേറ്റോ S എന്ന് ഇത് 3 എഴുതും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും മതി നമുക്ക് നോമൻക്ലേച്ചറിനെ പറ്റി. ഇത് കൂടുതലൊന്നും വേണ്ട, കാരണം ഞാൻ പറഞ്ഞാൽ ഒരുപാട് പറയാം, ഒരുപാട് എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്കിൽ, ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ടെക്സ്റ്റ് ബുക്കില് ഇഷ്ടം പോലെ ഈ ചാപ്റ്ററിൽ നോമൻക്ലേച്ചറിലെ ചാപ്റ്ററിൽ എക്സസൈസ് ഉണ്ടാവും. ഒരുപാട് കോംപ്ലക്സിന്റെ പേര് എഴുതാനുള്ള എക്സാമ്പിൾ വർക്ക് പേര് എഴുതി കൊടുത്തിട്ടുണ്ടാവും. പേര് എഴുതാത്ത നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സാമ്പിൾസ് കുറെ കാണും. അതിനൊക്കെ പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, തെറ്റിപ്പോയത്. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചില 2 വിധത്തിലും ചോദിക്കാം. മനസ്സിലായില്ലേ? 2 വിധത്തിൽ പറഞ്ഞാല് ചിലപ്പോഴേ പേര് തന്നിട്ട് ഫോർമുല എഴുതാൻ പറയാം, ചിലപ്പോൾ ഫോർമുല തന്നിട്ട് പേര് എഴുതാൻ പറയാം. പേര് തന്നിട്ട് ഫോർമുല എഴുതാൻ പറയാം, ഫോർമുല തന്നിട്ട് പേര് എഴുതാൻ പറയാം. രണ്ടായാലും സംഗതികൾ പഠിച്ച കാര്യം തന്നെയാണ്. അതിന്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ആദ്യം കാറ്റയോൺ, പിന്നെ ആനയോൺ. കോംപ്ലക്സ് വരുമ്പോൾ ആദ്യം ലിഗാൻഡ്, പിന്നെ മെത്തന്, പിന്നെ ലിഗാൻഡ്സിന്റെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ. ആനയോണിക് ലിഗാൻഡിന്റെ പേര് അവസാനം O എന്ന് അവസാനിക്കുന്നു. ബ്രിഡിംഗ് ലിഗാൻഡ്സിന്റെ പേര് അവസാനം ആദ്യം മ്യൂ എന്ന് ചേർക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആംബിഡന്റ് ലിഗാൻഡ്സിന്റെ കേസിൽ ഏത് ആറ്റത്തിൽ കൂടിയ ബോണ്ട് ചെയ്ത് ആറ്റത്തിന്റെ പേര് സൂചിപ്പിക്കുന്നു അല്ലേ? ആനയോണിക് കോംപ്ലക്സിന് പേര് അവസാനം ATയിൽ അവസാനിക്കുന്നു. സിമ്പിൾ ഒന്നുണ്ട് എക്സാമ്പിൾ COCl4-. ഇതെങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സിമ്പിൾ. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് ഇതൊരു കോംപ്ലക്സ് സ്പീഷീസ് ആണ്. ഇതിങ്ങനെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ കാണിക്കാതില്ലെങ്കിൽ ചിലപ്പോ NaCOCl4 എന്നും കാണിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ആനോട് മാത്രം കാണിച്ചു, ഇവിടെ അതിനോട് ഒരു കൗണ്ടർ ആവണം ചേർന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്ലോറൈഡ്, ഇത് സോഡിയം ക്ലോറൈഡ്, അതുപോലെയാണ്. മനസ്സിലായില്ലേ? ഇത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സോഡിയം ഒരായോ. ഇത് Na+, COCl4-. സോഡിയം ക്ലോറൈഡ് പോലെ തന്നെയാണ്. സോഡിയം ബ്രോമൈഡോ സോഡിയം അയോഡൈഡോ പോലെ തന്നെയാണ്. ഇത് വെറും ക്ലോറൈഡോ ബ്രോമൈഡോ പോലെയാണ്. ചാർജുള്ള ഒരു അയോണാണ് ഇത്. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര്
ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് 3 എന്നാണ്. കൊബാൾട്ട് 3 അല്ലേ? കാരണം എന്താണ്? 3 പോസിറ്റീവും 4 നെഗറ്റീവും ചേർത്തിട്ടാണ് ഒരു നെഗറ്റീവ് വാക്യം. അപ്പൊ ഇതിന്റെ പേര് ഒരിക്കൽ ക്യാപിറ്റൽ ചെയ്താൽ പാടില്ല. ക്യാപിറ്റൽ ചെയ്താൽ ടെട്രാ ക്ലോറോ കൊബാൾട്ട്. കൊബാൾട്ട് അല്ല, ശ്രദ്ധിക്കുക, കൊബാൾട്ടേറ്റ്. കാരണം ഇതിന്റെ ശ്രദ്ധിക്കുക, ഈ ചാർജ് എന്ന് പറയുന്നത് കൊബാൾട്ടേറ്റ് എന്ന് പറയുന്നത് ഏനോഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ല. ശ്രദ്ധിക്കുക, കോംപ്ലക്സ് ആസെറ്റ് എക്സ്ട്രാ സൈനോഫെറേറ്റ് അയൺ 2+ ആണെങ്കിലും 6 സൈനുകളും മൊത്തത്തിലായി നെഗറ്റീവ് ചാർജ് വരുന്നത്. അതുപോലെ കൊബാൾട്ട് 3+ ആണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആനയോൺസ് വരുന്നതുകൊണ്ട് മൊത്തത്തിൽ നെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ ആനയോണിക് കോംപ്ലക്സ് ആണ്. ആനയോണിക് കോംപ്ലക്സിന്റെ പേര് AT അവസാനിക്കും. ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് 3. ഇതാണ് ഈ ആയോന്റെ പേര്, ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് 3. ഇതിന്റെ പേരെന്താണ്? ഒന്നുമില്ല, ഇതേ പേര് ഇപ്പുറത്ത് എന്ത് ചെയ്യുക? സോഡിയം ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് 3. ഇത് ക്ലോറൈഡ്, ഇത് സോഡിയം. ഇത് ക്ലോറൈഡ്, ഇതെന്താണ്? സോഡിയം ക്ലോറൈഡ്. മനസ്സിലായി? എത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് 3, ഇത് സോഡിയം ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് 3. അപ്പോൾ 3 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് മനസ്സിലായില്ലേ? സോഡിയം ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സോഡിയം ടെട്രാ ക്ലോറോ കൊബാൾട്ടേറ്റ് 3 എന്ന് തന്നെ പറയണം. ഓക്കെ. പിന്നെ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു കോംപ്ലക്സ് ഉണ്ട്. ഈ വനേഡിയാണ് നമുക്കറിയാം. അപ്പൊ ഇതില് മെറ്റലാറ്റത്തിൽ ഓക്സിഡൈസ് സ്റ്റേറ്റത്തിലാണ്. നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്, കാർബണൈൽ നമുക്കറിയാം. ലിഗാൻഡിന്റെ പേര് കാർബണൈൽ എന്താ പറയാ? അതൊരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അതിന് ചാർജ് ഇല്ലാതെ മനസ്സിലായി. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഇല്ല. ഇവിടെ എന്ത് ചെയ്യാതെ വരും? അപ്പോ വനേഡ്യത്തിന് ഒരു നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇത് ന്യൂട്രൽ മോളിക്യൂൾ ആകുള്ളൂ. ഇപ്പൊ KVCO6 അതിനോട് ചാർജ് കാണാനില്ല. KVCO6 എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താണ്? K+ VCO6 - ആണ്. ഈ VCO6 - എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൽ ഒരു ചാർജ് ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് എവിടെ ഉണ്ടാവും? ഈ നെഗറ്റീവ് ചാർജ് വനേഡ്യത്തിന്റെ കൂടെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ വനേഡ്യത്തിന്റെ ചാർജ് മൈനസ് ആണ്. ഇതിന്റെ പേരെന്താണ്? അപ്പോ പൊട്ടാസ്യം ഏറ്റവും പേര് ആദ്യം പറഞ്ഞു. എന്താണ്? ഹെക്സാ കാർബണൈൽ വനേഡേറ്റ്. ശ്രദ്ധിക്കുക, ഹെക്സാ കാർബണൈൽ വനേഡേറ്റ്. ഇതിന്റെ പേര് നമ്മള് പൊട്ടാസ്യം. കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എത്ര പഠിച്ചാലും കുട്ടികൾ പൊട്ടാസ്യം സ്പെല്ലിംഗ് തിരുത്തിയത് വളരെ പണ്ടേ കേൾക്കുന്നത്. 2 T യും 1 S1 ചെയ്തു പൊട്ടാസ്യത്തിന്. പൊട്ടാസ്യം കേൾക്കുമ്പോൾ 2 T ആണെന്ന് തോന്നുന്നു. പൊട്ടാസ്യത്തിന് ശ്രദ്ധിക്കുക 1 T യും 2 S1. അത് പറയേണ്ട ആവശ്യമില്ല, പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും പറയാണ്, ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യം എത്രയോ പേരുന്നില്ല റെക്കോർഡൊക്കെ സ്ഥിരമായിട്ട് POTTASIO എല്ലാം 2 T 2 S ചെയ്തു. ഒട്ടും പറയേണ്ടെന്ന് വെച്ചിട്ട് അതല്ല, 2 T യും 1 S അല്ല, 1 T യും 2 S1 ശ്രദ്ധിക്കുക. പൊട്ടാസ്യത്തിന്റെ T ഒന്നേ ഉള്ളൂ, 2 S ആണ്. ഓക്കെ, ഓട്ടെ. അപ്പൊ പൊട്ടാസ്യം ഇതിന്റെ പേര് എന്താ ചെയ്യുക? ഹെക്സാ കാർബണൈൽ വനേഡേറ്റ്. തീർന്നോ? ഹെക്സാ കാർബൺ വനേഡേറ്റ്. വനേഡേറ്റിന്റെ ഓക്സിഡേഷൻ എത്രയാണ്? -1. പേര് കൊടുത്ത എല്ലാവരും +1 ആയിരുന്നു. -1 തെറ്റാണ്. മനസ്സിലായില്ലേ? Potassium hexacarbonyl vanadate -1, indicating that the metal vanadium is bearing a negative charge. 0 നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? നേരത്തെ കണ്ടത് ഹെക്സാകാർബണൈൽ നിക്കൽ 0. കാരണം എന്താണ്? ടെട്രാകാർബണൈൽ നിക്കൽ. കഴിഞ്ഞ ദിവസം പേര് കണ്ട ടെട്രാകാർബണൈൽ നിക്കൽ 0, പെന്റാകാർബണൈൽ അയൺ 0. ഈ കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്. അപ്പൊ ഇതിനോട് ചാർജ് ഇല്ല, ഇവിടെ ചാർജ് ഇല്ല എന്നർത്ഥം. മനസ്സിലുണ്ടോ? നേരെ